പ്രശാന്തേട്ടാ, ലക്ഷം കോടിയുടെ ആപ്പിൾ കയറ്റുമതി ഇന്ത്യ നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരിയാണ്. ഈ ആപ്പിൾ കയറ്റുമതി ചെയ്ത് ലക്ഷം കോടി രൂപ നമുക്ക് കിട്ടി എന്നുള്ള വാർത്ത വാസ്തവത്തിൽ വൈറലായിരിക്കുകയാണ്. ഇത് 2-3 ദിവസമായി ഈ വാർത്ത പുറത്തു വന്നിട്ട്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആപ്പിൾ, നമ്മൾ കഴിക്കുന്ന ആപ്പിളാണെന്ന് കരുതും. കഴിക്കുന്ന ആപ്പിൾ അല്ല, ഇത് ആപ്പിൾ ഐഫോണിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് നമ്മൾ വലിയ തോതിൽ വലിയ നേട്ടമാണ് അതിൽ കൈവരിച്ചിരിക്കുന്നത്. അത് നിസ്സാരമല്ല. ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതായത് കണക്കുകൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 2024 $12.8 ബില്യൺ കയറ്റുമതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് 2023 കണക്കനുസരിച്ച് ഉള്ളതിൽ നിന്ന് 42% വർധന നമുക്കുണ്ടായിരിക്കുകയാണ്. അത് വലിയ നേട്ടമാണ്. ആഭ്യന്തര ഉൽപ്പാദനം 46% ഉയർന്നു. അതാണ് നമുക്ക് ഈ കയറ്റുമതിയെ വലിയ തോതിൽ സഹായിച്ചതും അത് തന്നെയാണ്. അത് നമ്മൾ കയറ്റി അയച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്ക, യൂറോപ്പ്, പശ്ചിമേഷ്യ, നമ്മുടെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം ആണ് ഈ കയറ്റുമതി സംഭവിച്ചിരിക്കുന്നത്, കയറ്റുമതി നടത്തിയിരിക്കുന്നത്. അതായത് 65% ഈ 3 സ്ഥലങ്ങളിലേക്കാണ്. നമ്മൾ മൊത്തം കയറ്റുമതിയുടെ 65% ഈ 3 സ്ഥലങ്ങളിലേക്കാണ് അയച്ചിരിക്കുന്നത്. അത് 2024 4ാം പാദം, ഏറ്റവും അവസാനത്തെ ക്വാർട്ടറിൽ മാത്രം നമ്മൾ 4 മില്യൺ ഐഫോൺ കയറ്റുമതി ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. 7 മാസം കൊണ്ട്, ഈ അവസാനത്തെ 7 മാസം, 2024 അവസാനത്തെ 7 മാസത്തെ കണക്കെടുക്കുമ്പോൾ നമുക്കത് $7 ബില്യൺ ബിസിനസ്സാണ് അതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ത് വലിയൊരു വിപണിയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ ഇത്രയും വലിയ തോതിൽ ഈ കയറ്റുമതി വർദ്ധിക്കാനൊരു കാരണമുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ PLI സ്കീം. എന്താണ് അത്? പറയാം. ഈ PLI സ്കീമാണ് ഇതിനെ വലിയ തോതിൽ സഹായിച്ചത്. PLI സ്കീമിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അത് 2022 ഏപ്രിൽ, നമ്മുടെ കോവിഡിൻ്റെ ഒന്നാമത്തെ ആ ഒരു ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് വന്നല്ലോ, 2021-22 ആ കാലത്ത് കോവിഡ് വന്നപ്പോൾ നമ്മുടെ എല്ലാ ബിസിനസ്സുകളും എല്ലാ വ്യവസായങ്ങളും ഒക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഒരു ലോക്ക്ഡൗണിലേക്ക് പോയി, അല്ലേ? അതിനുശേഷം 2022 ഏപ്രിലിൽ കേന്ദ്രം കൊണ്ടുവന്ന ഒരു സ്കീമാണ് PLI. ഒരു പദ്ധതിയാണ് PLI. ഇതിന്റെ ഫുൾ ഫോം അത് പറയാം. അതായത് അത് ഞാൻ പറഞ്ഞല്ലോ, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. PLI എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, ഒരു പ്രത്യേക ഇൻസെൻറ്റീവ് ഈ ഉൽപ്പാദനം കൂട്ടുമ്പോൾ കൊടുക്കുന്നതാണ്. അത് ആ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്, ഉൽപ്പാദനവുമായി ബന്ധപ്പെടുത്തി ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ആ സ്കീമാണ് നമ്മളെ ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത്. അതായത് ഇന്ത്യയിൽ ഈ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനികൾ ഉണ്ട്. അതിൽ ഫോക്സ്കോൺ അവരാണ് മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 68% അവരാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ഈ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് 3 കമ്പനികളാണ് ആപ്പിൾ ഐഫോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് ഫോക്സ്കോൺ, അവർ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 68% അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പെഗാട്രോൺ 18% ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ടാറ്റയുടെ വിസ്ട്രോൺ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അവർ 14% ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർക്കെല്ലാം ഈ PLI സ്കീം വലിയ തോതിൽ സഹായകമായി. ഇവരെല്ലാം വാസ്തവത്തിൽ ചൈനയിലായിരുന്നു. ഈ കോവിഡിന് ശേഷം, കോവിഡിൻ്റെ ആദ്യത്തെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ചൈന വിട്ടു. അവർ നേരെ വന്ന് ഇന്ത്യയിലേക്ക് കാലുറപ്പിച്ചു, ഇന്ത്യയിൽ ചേക്കേറി, നമ്മളെല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി, കേന്ദ്ര സർക്കാരും ഒക്കെ മുൻകൈയെടുത്ത് ഈ PLI സ്കീം നടപ്പാക്കുകയും ചെയ്തു. അതാണ് ഈ കമ്പനികൾക്ക് വർദ്ധിച്ച തോതിൽ ഇത് ഉൽപ്പാദനം കൂട്ടാനും ഒപ്പം കയറ്റുമതിക്കും സാധ്യമായത്. ഇപ്പോൾ നമ്മൾ വാസ്തവം പറഞ്ഞാൽ ഈ ഐഫോൺ നിർമ്മാണ രംഗത്ത് നമ്മൾ വലിയ ചുവടുറപ്പിച്ചിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് ഇപ്പോഴും ചൈന തന്നെയാണ്. പക്ഷേ ചൈന വലിയ തോതിൽ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് എന്താ പറയേണ്ട, ഈ കോവിഡിന് ശേഷം വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ഈ ഐഫോൺ രംഗത്ത്. പക്ഷേ ഇപ്പോഴും ആ കുത്തക ചൈനയുടെ ഇത് നമുക്ക് തകർക്കാനൊന്നും പറ്റിയിട്ടില്ല. ചൈന ഇപ്പോഴും 1ാമത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ തൊട്ടു പുറകിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ചൈനയിലെ പല പ്രൊഡക്ഷൻ സെൻറ്ററുകളും ഇന്ത്യയിലേക്ക് മാറിയിട്ട് പോലും ചൈന അങ്ങനെ ആ 2ാം സ്ഥാനത്ത് നമ്മളെ ഒതുക്കി നിർത്താൻ ചൈനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്
നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാന കാര്യം. മറ്റൊന്ന്, ഈ നമ്മൾ ഈ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാർ ഒരു വേറൊരു കാര്യം ലക്ഷ്യമിട്ടാണ് വാസ്തവത്തിൽ ഈ PLI സ്കീമൊക്കെ കൊണ്ടുവന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ആഭ്യന്തര വിപണി, ഈ ഐഫോണിൻ്റെ ആഭ്യന്തര വിപണി വളരെ മോശമാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിനെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവം പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്, PLI സ്കീമൊക്കെ നടപ്പാക്കിയത്. പക്ഷെ അത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഈ കയറ്റുമതിയിൽ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു, വലിയ മുന്നേറ്റമാണ് നമുക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റ് കൂടുതൽ, അതായത് 2025 എന്തൊക്കെ സ്കീം കേന്ദ്ര സർക്കാർ കൊണ്ടുവരും, എത്രയാണ് ഉൽപ്പാദനം ലക്ഷ്യമിടുന്നത്, എത്ര കയറ്റുമതി സാധിക്കും തുടങ്ങിയ പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരും. നമുക്ക് എന്തായാലും ഈ ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഈ രംഗത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഏറ്റവും വലിയൊരു കാര്യം. അതെ, ഇത് നമ്മളെ ഈ ആപ്പിള് നേരത്തെ തന്നെ ഈ കാര്യം ഇന്ത്യയിൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കുമെന്നുള്ള കാര്യം 2 വർഷം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈ മൊബൈൽ രംഗത്ത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വിപ്ലവം തന്നെയല്ലേ ഇതിലൂടെ സംഭവിക്കുന്നത്. അത് ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ്. മൊബൈൽ നിർമ്മാണ രംഗത്ത് നമ്മൾ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ആപ്പിളിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു നിൽക്കാം. ഈ എന്താ പറയണ്ടേ, നമ്മുടെ നാട്ടിൽ ആഭ്യന്തര വിപണി വളരെ ഉഷാറാണ്. അപ്പോൾ നമ്മൾ സാധാരണ പല പുറത്തുനിന്നാണ് മൊബൈലുകൾ ആദ്യമൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്ലാന്റുകളുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്, പ്രൊഡക്ഷൻ സെൻറ്ററുകളുണ്ട്, നമ്മളിത് ഉൽപ്പാദിപ്പിക്കുന്നു. സ്മാർട്ട് ഫോൺ രംഗത്ത് നമ്മൾ വലിയ ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്, വലിയ നേട്ടമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും എല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിൻ്റെ കയറ്റുമതിയിലാണ്. ഈ ആപ്പിളിൻ്റെ ഐഫോൺ ലോകം മുഴുവനും വലിയ മാർക്കറ്റുള്ള ഒരു സാധനമാണ്. ഈ മൊബൈൽ സ്മാർട്ട് ഫോൺ രംഗത്ത് ആപ്പിളിൻ്റെ ഐഫോണിന് വലിയ മാർക്കറ്റുണ്ട്. അതാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു വലിയ ഭാഗം, ഇപ്പോഴും വലിയ ഭാഗം എന്താ പറയേണ്ട, സിംഹഭാഗവും ചൈനയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും വലിയ നേട്ടം ഇതിലുണ്ടാക്കാൻ സാധിച്ചു, അതും കേവലം 2 വർഷം കൊണ്ട്. 2023, 2024, 2022 ഏപ്രിലാണ് നമ്മൾ ഈ സ്കീമൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ 2023ഉം 2024 ഈ 2 വർഷത്തെയും കണക്കുകൾ നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത് വലിയ തോതിൽ നമുക്ക് ഈ ആപ്പിളിൻ്റെ ഐഫോൺ കയറ്റുമതി ചെയ്യുന്നതിൽ നമ്മൾ വലിയ തോതിൽ മുന്നേറി എന്നാണ്. എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വലിയ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല. തൊഴിലവസരം വലിയ തോതിൽ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. എത്ര തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചു തുടങ്ങിയ കണക്കുകളൊക്കെ പുറത്തു വരാനുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫെബ്രുവരി മാർച്ചോടുകൂടി മാത്രമേ അത്തരം കണക്കുകളൊക്കെ പുറത്തു വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വലിയ നേട്ടമാണ്. അഭിമാനത്തോടു കൂടി നമ്മുടെ എന്താ പറയണ്ടേ, ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വലിയ പദ്ധതികളൊക്കെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ചതാണ്. അതിൻ്റെ ആ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു എടുത്തു പറയേണ്ട നേട്ടം നമുക്കുണ്ടായിരിക്കുന്നു, അത് ആപ്പിൾ ഐഫോൺ കയറ്റുമതി. എന്തായാലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെയൊക്കെ ലാഭം നമ്മൾ പിന്നീടാണ് അത് എത്രമാത്രം നേട്ടം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തായാലും PLI പദ്ധതി ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് അതിൻ്റെയും കയറ്റുമതിക്കൊക്കെ സഹായിക്കുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്.